എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഒരു ന്യൂസ് വായിക്കാം. ഹെൽമെറ്റ് ഊരിയെറിഞ്ഞുള്ള ആഘോഷം, സഞ്ജുവിനെ വിലക്കുമോ, നടപടിക്ക് ഒരുങ്ങി ICAC. ഇങ്ങനെ ഒരുപാട് ന്യൂസ് ഓൺലൈൻ ചാനലുകളിലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇതിപ്പോൾ മനോരമയിലാണ് ഇങ്ങനെയൊന്നും വന്നത്. മനോരമയിൽ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ഓൺലൈൻ ചാനലുകളിലും ന്യൂസ് ചാനലുകളിലൊക്കെ ഇങ്ങനെ ഒരു വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഒരു മാച്ച് കഴിഞ്ഞപ്പോൾ സഞ്ജു വളരെ സന്തോഷത്തോടെ തൻ്റെ ടീമിനെ സെമിയിലേക്ക് എത്തിച്ചു എന്നുള്ള ആ ഒരു സന്തോഷത്തോടെ ഹെൽമെറ്റ് തലയിൽ നിന്ന് മാറ്റി താഴേക്ക് ഇട്ടതിന് ശേഷം അവിടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാന നിമിഷമാണ്. കാരണം ഇത്രയും നാളും സഞ്ജുവിനെ ടീമിൽ എടുക്കാത്തവരോടും അതേപോലെ തന്നെ കളിപ്പിക്കാതിരുന്നവരോടും തന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചവരോടൊക്കെയുള്ള ഒരു മറുപടിയായിരുന്നു ഇന്ത്യയെ ആ സെമി ഫൈനലിലേക്കുള്ള കളിയിൽ ജയിപ്പിച്ച ആ ഒരു നിമിഷം. ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഓൺലൈൻ ന്യൂസുകാരൊക്കെ വളരെ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് കൊണ്ടുവരുന്നത്. ഹെൽമെറ്റ് ഊരി എറിഞ്ഞത് എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റിനോടുള്ള ഒരു അനാദരവ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ICAC റൂൾ പ്രകാരം 2.2 പ്രകാരം അതൊരു തെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇപ്പോൾ എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ഒരു വലിയൊരു എന്തോ ഒരു സംഭവമായിട്ട് കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജയത്തോടു കൂടി സഞ്ജുവിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു വാർത്തയാണ്, അതായത് നോർത്ത് ഇന്ത്യൻ ലോബിയാണ് ക്രിക്കറ്റ് ഭരിക്കുന്നത്, സൗത്ത് ഇന്ത്യക്കാരോട് അത്ര വലിയ ഒരു താല്പര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് സഞ്ജുവിനെ പോലെ കഴിവുള്ള ആൾക്കാരെ കളിപ്പിക്കാത്തത് എന്നൊക്കെയുള്ള പൊതുവേ ഒരു ന്യൂസ് എല്ലാവിടെയും ഉണ്ട്. അതൊരു 60% വരെയൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മലയാളം ന്യൂസ് ചാനലുകളിൽ തന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമ്മുടെ മലയാളം ന്യൂസ് ചാനലുകളിൽ തന്നെ വരുമ്പോൾ ഈ സഞ്ജുവിനെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഈ സഞ്ജുവിനോട് ശത്രുതയുള്ളവർ എന്തായാലും ഇതൊക്കെ കുത്തിപ്പോക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് ഹെൽമെറ്റ് വലിച്ചൂരിയത് അത്ര വലിയൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല. അടുത്ത കളിയിൽ കളിപ്പിക്കാതിരിക്കാൻ മാത്രമുള്ള ഒരു സംഭവമൊന്നും ഈ ഒരു സംഭവത്തിലില്ല. ഈ ICC റൂൾ പ്രകാരം ഹെൽമെറ്റ്, ഗ്ലൗസ് അല്ലെങ്കിൽ ബാറ്റ്, സ്റ്റെമ്പ് ഇതൊന്നും ഗ്രൗണ്ടിൽ വലിച്ചെറിയാൻ പാടുള്ളതല്ല. അതൊരു തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് അവർക്ക് ശിക്ഷയും ലഭിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ICC റൂൾ പ്രകാരം ആർട്ടിക്കിൾ 2.2 എന്ന് വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് മനസ്സിലാവാത്തവർക്ക് വേണ്ടി. അതായത് ആർട്ടിക്കിൾ 2.2 പ്രകാരം അന്താരാഷ്ട്ര മത്സരത്തിനിടെ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഇത് നിയമലംഘനമായി കണക്കാക്കപ്പെടും. ഒന്നാമത്തേത്, ബാറ്റ്, ഹെൽമെറ്റ് പോലുള്ള ക്രിക്കറ്റ് ഉപകരണങ്ങൾ എറിഞ്ഞു കളയുക, ബാറ്റ് കൊണ്ട് സ്റ്റെമ്പ് അടിക്കുക, ഗ്രൗണ്ടിലെ അഡ്വർടൈസിംഗ് ബോർഡുകൾ, സ്റ്റെമ്പുകൾ തുടങ്ങിയവ അടിക്കുക, നിരാശയിലോ കോപത്തിലോ ഉപകരണങ്ങൾ തറയിലേക്ക് വലിച്ചെറിയുക. ഇതാണ് ആർട്ടിക്കിൾ 2.2 ICAC റൂൾ പ്രകാരം. അപ്പോൾ ഇങ്ങനെയൊരു നിയമലംഘനം നടന്നു എന്ന് പറയാൻ ഇവിടെ സാധിക്കില്ല. കാരണം ഒരു നിരാശയിലോ അല്ലെങ്കിൽ കോപത്തിലോ അങ്ങനെയൊന്നുമല്ല സഞ്ജു ആ ഒരു ഹെൽമെറ്റ് തലയിൽ നിന്ന് മാറ്റി താഴേക്ക് ഇട്ടത്. അത് മാത്രമല്ല, ക്രിക്കറ്റിനെയോ അല്ലെങ്കിൽ മറ്റ് കളിക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒന്നും തന്നെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടല്ല അങ്ങനെ ഒരു കാര്യം ചെയ്തത്. തൻ്റെ സന്തോഷം ഒന്ന് പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ മാച്ചിലൊന്നും വിലക്കാനുള്ള കാര്യമൊന്നും ഇതിലില്ല. ഇനി അഥവാ ഇങ്ങനെ ആരെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, അതായത് ദേഷ്യത്തോടെയോ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തുകൊണ്ടോ അങ്ങനെയൊക്കെ ഗ്രൗണ്ടിലേക്ക് ക്രിക്കറ്റ് ഉപകരണങ്ങൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ശിക്ഷയും വളരെ കുറവാണ്. അതെന്താണെന്ന് സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് സാധാരണ ഒരു ശിക്ഷ എന്ന് പറയുന്നത് മത്സര ഫീസിൻ്റെ 50% വരെ പിഴ, അല്ലെങ്കിൽ 2 ഡീമെറിറ്റ് പോയിന്റുകൾ. ഇതാണ് ലഭിക്കാൻ പോകുന്നത്. അല്ലാതെ സഞ്ജുവിനെ അടുത്ത കളിയിലേക്ക് മാറ്റി നിർത്താനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇതേപോലുള്ള തെറ്റായ ന്യൂസുകളൊന്നും ആരും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾക്ക് അവർക്ക് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കാർ കാണാൻ ഒരു സാധനം വേണം. അവർക്ക് ഇതൊരു ബിസിനസ്സാണ്. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യം മാത്രമാണ്. അല്ലാതെ സഞ്ജുവിനെ അടുത്ത കളിയിൽ കളിപ്പിക്കാതിരിക്കാനുള്ള വകുപ്പൊന്നും ഇതിനില്ല. ഇത് വളരെ സിമ്പിളായിട്ട് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം.